Hi students, welcome the world of physics and world of optics. So optics is a branch of physics which deals with the nature of light. Okay. So optics are broadly classified into two types. One is wave optics, the other is ray optics. The wave optics, otherwise known as physical optics. Okay, then ray optics, otherwise known as geometrical optics. Okay, so wave optics main the theory of physics. Okay, but in the case of geometrical optics or ray optics, which deals with the optical instrument. Okay, then ഇവിടെ സിലബസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാറ്റ് ഈസ് വേവ് ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, ആ വേവ് ഒപ്റ്റിക്സിൽ ലൈറ്റിൻ്റെ ഫിനോമിനാസ്, ലൈറ്റ് എന്തൊക്കെ ഫിനോമിനാസ് കാണിക്കും? ഫസ്റ്റ് വൺ റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷനിൽ പറയുന്നത് ലൈറ്റ് ഒരു മീഡിയത്തിൽ തട്ടി തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദ റിഫ്ലക്ഷൻ. ഓക്കെ, so law of reflection, angle of incidence equal to angle of reflection. Then the second one, the incident ray, reflected ray and normal are same plane on the point. Okay, then next one is a refraction. Refraction എന്ന് പറയുന്നത് when light pass to one medium to the another medium, the path of the light is bending. Okay, so that is known as refraction. ഇവിടെ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സ്നെൽസ് ലോ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? എന്താ പറയുന്നത്? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ഓർ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ സെയിം പോയിന്റ് ഓൺ എ പ്ലെയിൻ. ഓക്കെ, ദെൻ സൈൻ ഐ ബൈ സൈൻ ആർ, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ദെൻ റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Then next one is interference. Okay, so what do you mean by interference? Superposition of two or more wave in a medium, that is known as interference. Okay, example നമുക്കറിയാം, ചില അതായത് ഓയിൽ ഫിലിം, അതായത് മഴയത്ത് റോഡിലൊക്കെ ഇങ്ങനെ പെട്രോൾ വേപ്പ് അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഇതൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല കളേഴ്സ് കാണുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഓയിൽ ഫിലിം. ഓയിൽ ഫിലിമിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നമ്മളെ ഇപ്പോൾ മയിൽപീലിയുടെ കേസിൽ മയിൽപീലിയുടെ സെൻട്രൽ പാർട്ട് അവിടെ ഒരുപാട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർഫറൻസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ചില പെർട്ടിക്കുലർ പെയിൻറ്റിങ്സ്. Okay, paintings like the theory based on the pointillism. Pointillism എന്നുള്ള തിയറി ബേസ് ചെയ്തുകൊണ്ടുള്ള പെയിൻറ്റിങ്സ്, ആ പെയിൻറ്റിങ്സിൽ സോ അതിലും എന്താണുള്ളത്? ഇൻ്റർഫറൻസ് ആണുള്ളത്. സോ ആ യൂണിവേഴ്സിൽ ഒരുപാട് ഇൻ്റർഫറൻസ് പാറ്റേൺസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇൻ്റർഫറൻസ് മീൻസ് സൂപ്പർപോസിഷൻ ഓഫ് ടു ഓർ മോർ വേവ് ഇൻ എ മീഡിയം, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻ്റർഫറൻസ്. പിന്നെ ലൈറ്റ് കാണിക്കുന്ന മറ്റൊരു ഫിനോമിന, ദാറ്റ് ഈസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ. Diffraction means the bending of light around an opaque obstacle, that is known as diffraction. Opaque obstacles means light kadatti vidada vastukal. Okay, so light or opaque obstacle na tattiyittu light bend cheyunu, that is known as diffraction. Okay, then next one, polarization. We know that light is a transverse wave. Okay, that means the direction of propagation is perpendicular to direction of vibration. Okay, then when light pass through a particular crystal, that crystal is known as tourmaline crystal. Okay, then the particular vibration is absorbed, then this phenomena is known as polarization. Okay, so light is a transverse wave. When transverse wave travel through a prism, a special type of prism, then the vibration is absorbed. Then after the absorption, the particular vibration is present. So this phenomenon is known as polarization. Okay, so interference,
polarization, diffraction. Okay, അപ്പോൾ ലൈറ്റ് കാണിക്കുന്ന ഫിനോമിനാസ് നോക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, പോളറൈസേഷൻ ആൻഡ് ഡിഫ്രാക്ഷൻ. സോ ഇനി നമ്മളുടെ മോഡ്യൂൾസിലെ 3 മോഡ്യൂൾസിലെ ഒന്ന് ഇൻ്റർഫറൻസ്, നെക്സ്റ്റ് വൺ ഡിഫ്രാക്ഷൻ, നെക്സ്റ്റ് വൺ പോളറൈസേഷൻ. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇൻ്റർഫറൻസ്. ഇപ്പോൾ തോമസ് യങ് ആണ് ഇൻ്റർഫറൻസ്, അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അദ്ദേഹം കണ്ടക്ട് ചെയ്തു. സോ അതിനുശേഷമാണ് ഇൻ്റർഫറൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ഓക്കെ, അതിനുവേണ്ടി ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് എടുത്തു. ദിസ് ഈസ് മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ്. സോ വാട്ട് ഡു യു മീൻ ബൈ മോണോക്രോമാറ്റിക് സോഴ്സ്? ദാറ്റ് ഈസ് monochromatic light means a light having same frequency, same wavelength, same phase or constant phase difference. അതായത് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ഓക്കെ, അതുപോലെ തന്നെ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, ഫേസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കണം. അത്തരം ലൈറ്റിനെയാണ് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ മെർക്കുറി ലാമ്പ്, അതുപോലെ തന്നെ സോഡിയം ലാമ്പ്. ഓക്കെ, ഏറ്റവും നല്ല മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത് ലേസറാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഇവിടെ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചു. ദെൻ അതിന് മുമ്പിലായിട്ട് 2 സോഴ്സ്, വളരെ നെയറോ ആയിട്ടുള്ള സോഴ്സ്, ദാറ്റ് ഈസ് S1 ആൻഡ് S2. അപ്പോൾ വളരെ അടുത്തായിരിക്കും. ഞാനിവിടെ ഫിഗറിൽ വരച്ചിരിക്കുന്ന കുറച്ച് ദൂരെയായിട്ടാണ്, പക്ഷേ അടുത്തടുത്തായിരിക്കും S1 S2 ഉണ്ടാകുക, 2 ഡോട്ട്. സോ ആ ഡിസ്റ്റൻസ് സ്മോൾ ഡി ആണ്. ഓക്കെ, സ്മോൾ ഡി. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് വന്നിട്ട് ഇവിടെ മാത്രം ഒരു നെയറോ ഒരു സ്ലിറ്റ് ഉണ്ടാകുക. ഓക്കെ, ബാക്കിയെല്ലാം ഇത് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഇതിലൂടെ ലൈറ്റ് ഇതിലൂടെയും വരും. ഓക്കെ, ദെൻ സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കൺസിക്യൂട്ടീവായിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ് കാണുന്നുണ്ടാവും. ഓക്കെ, ഒരു ബ്രൈറ്റ് ബാൻഡ്, അതിന് മുകളിലായിട്ട് ഒരു ഡാർക്ക് ബാൻഡ്. ഓക്കെ, ദെൻ ബ്രൈറ്റ് ബാൻഡ്, ദെൻ ഡാർക്ക് ബാൻഡ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ബ്രൈറ്റും ഡാർക്കും ബാൻഡ്സ് കാണുന്നുണ്ടാവും. സോ ദിസ് ഈസ് നോൺ ആസ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. ഇതിനെയാണ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഈ സ്ക്രീനിൽ ഇവിടെ കാണുന്നത്, ദിസ് ഈസ് സ്ക്രീൻ. ഓക്കെ, അതുപോലെ ഈ സ്ക്രീനും അതുപോലെ തന്നെ ഈ സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മീറ്റർ. സാധാരണ 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുക്കാറ്, അതായത് സ്ലിറ്റും സ്ക്രീനും, എന്നാൽ മാത്രമേ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫ്രിഞ്ച് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. എസ് ഈസ് മോണോക്രോമാറ്റിക് സോഴ്സ്, S1 ആൻഡ് S2 ആർ സ്ലിറ്റ്സ്. Small d is the distance between S1 and S2. Okay, this is screen. The screenും അതുപോലെ തന്നെ സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ S1 എന്നൊരു വേവ് പോകുന്നു പിയിലേക്ക്. ഓക്കെ, അതുപോലെ S2 എന്നൊരു വേവ് പോകുന്നു. അപ്പോൾ ഏത് വേവാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുക? കാരണം S1 എന്ന് പോകുന്ന വേവിന് ഇത് ഇത്ര ദൂരം സഞ്ചരിക്കുള്ളൂ, പക്ഷേ S2 എന്ന് ഇതിനേക്കാൾ കുറച്ചുകൂടി അധികം ദൂരം സഞ്ചരിക്കണം. സോ ആ അധിക ഡിസ്റ്റൻസ്, അതായത് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ ദിസ് S2n, ദിസ് ഈസ് നോൺ ആസ് പാത്ത് ഡിഫറൻസ്. അതായത് ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചപ്പം S1Pയും അതുപോലെ NPയും രണ്ടും ഈക്വലായി മാറി, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ. അപ്പം ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, കാരണം S2 എന്ന് ലൈറ്റിന് ഇവിടെ എത്താൻ കൂടുതൽ ദൂരം സഞ്ചരിക്കണം, S1 എന്ന് പിയിലേക്ക് എത്താൻ അത്ര ദൂരം സഞ്ചരിക്കേണ്ട. അപ്പം ആ കൂടുതൽ ദൂരത്തെയാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു S2P മൈനസ് S1P, ഇതാണ് പാത്ത് ഡിഫറൻസ്. ഈ പാത്ത് ഡിഫറൻസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ, അതാണ് ബ്രൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഡെൽറ്റ ഈക്വൽ ടു n ലാംഡ ആണെങ്കിൽ, ഓക്കെ,
delta equal to n lambda, n equal to 0, 1, 2, 3. ഇങ്ങനെയാണെങ്കിൽ this is the condition for constructive interference. Condition for constructive interference. Okay, constructive interference. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? n ലാംഡ. ഓക്കെ, ശരിക്കും 2n ലാംഡ ബൈ 2 എന്നാണ് വരിക. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിട്ടാണ് n ലാംഡ കിട്ടിയിട്ടുള്ളത്. ദിസ് ഈസ് നോൺ ആസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഇതാണ് ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാക്കുന്നത്. ഇത് ഡാർക്ക് ബാൻഡ് എന്താ? ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ് ഈക്വൽ 2n + 1 ലാംഡ ബൈ 2, n ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ n-ന് 0 കൊടുത്താൽ എന്താ വരിക? ലാംഡ ബൈ 2. n-ന് 1 കൊടുത്താലോ 3 ലാംഡ ബൈ 2. ഓക്കെ, മനസ്സിലായില്ലേ? 1 ലാംഡ ബൈ 2, 3 ലാംഡ, അങ്ങനെ വരും. ലാംഡ n-ന് 0 കൊടുക്കുകയാണെങ്കിൽ ലാംഡ ബൈ 2, n-ന് ഞാൻ 1 കൊടുക്കുന്നു, അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് 3 ലാംഡ ബൈ 2. ഓക്കെ, ഇവിടെ n-ന് ഞാൻ 0 കൊടുത്താൽ എന്താ വരിക? 0 അല്ലെ? പാത്ത് ഡിഫറൻസ് എന്ത് വരും? 0. ദെൻ ലാംഡ, 1 ലാംഡ, 2 ലാംഡ, 3 ലാംഡ. അപ്പോൾ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ, പാത്ത് ഡിഫറൻസ് ഇൻറ്റിജർ 0 ഓർ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. Okay, but in the case of the half integer, the path difference is the half integer of the wavelength, then that is the condition for destructive interference. Destructive interference. Okay, this is constructive interference. Constructive interference. Okay, then what are the condition for the sustaining the interference pattern or coherent source? What are the condition for coherent source? എന്താണ് ഒരു coherent sourceന്റെ condition? എന്ന് പറഞ്ഞാൽ coherent source എന്ന് പറഞ്ഞാൽ ഈ S1 S2 പറയുന്നത്. ഈ coherent source എന്നാണ് ഒരു interference fringe കിട്ടുന്നത്, പാറ്റേൺ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ? ഒന്നാമത്തത്, the source must be monochromatic. ഇവിടെ ഉണ്ടാകുന്ന ഈ എസ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇതെന്താണ്? ഇതൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം ദ കണ്ടീഷൻ ഫോർ കൊഹിറൻസ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ, ദ സോഴ്സ് മസ്റ്റ് ബി മോണോക്രോമാറ്റിക് ലൈറ്റ്. ദെൻ ദ സ്ലിറ്റ്സ് S1 and S2 ആർ വെരി നാരോ. ഒന്നെന്താണ്? ആദ്യത്തെ പറയുന്നത് സോഴ്സ് എന്തായിരിക്കും? സോഴ്സ് മസ്റ്റ് ബി, സോഴ്സ് എന്തായിരിക്കണം? ദാറ്റ് ഈസ് മോണോക്രോമാറ്റിക്. സോഴ്സ് മോണോക്രോമാറ്റിക് ആയിരിക്കണം. മോണോക്രോമാറ്റിക്. ഓക്കെ, മോണോക്രോമാറ്റിക്. അവിടെ നമ്മളെ സോഡിയം വേപ്പർ ലാമ്പ് അല്ലെങ്കിൽ മെർക്കുറി ലാമ്പ് അല്ലെങ്കിൽ ലേസർ അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ യങ്സ് ഉപയോഗിച്ചിരുന്നത് സോഡിയം വേപ്പർ ലാമ്പ് ആയിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ലേസർ കണ്ടെത്തിയിരുന്നില്ല. Okay, then second one, the slits S1 and S2 are very narrow ആയിരിക്കണം. Very narrow. Okay, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ S1 and S2, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ S1 and S2, that is small d. ഓക്കെ, അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി ആണ്. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 millimeter. ഈ സ്മോൾ ഡി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 millimeter. അത്രയും അടുത്തായിരിക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാൻ വേണ്ടി കുറച്ച് ദൂരെ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സോഴ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? ഡി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 1 meter. ഡി മിനിമം 1 meter വേണമെന്നാണ് പറയുന്നത്. അതിനേക്കാൾ കൂടിയാൽ പ്രശ്നമില്ല, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേൺ കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ കൊഹിറന്റ് സോഴ്സ്. എന്താണ് കൊഹിറന്റ് സോഴ്സിന്റെ കണ്ടീഷൻ എന്നാണ് പറയുന്നത്? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ഇൻ്റർഫറൻസിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. തോമസ് യങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1801 എന്നാണ് അദ്ദേഹം, ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർഫറൻസിൻ്റെ അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൂപ്പർപോസിഷൻ ഓഫ് 2 or more വേവ് ഇൻ എ മീഡിയം. ഓക്കെ, അപ്പം ഇവിടെ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് എസ്. അതിന് മുമ്പിലായിട്ട് 2 സ്ലിറ്റ് വെച്ചു, S1 ആൻഡ് S2. ഓക്കെ, അത് വളരെ നേരോ ആണ്. അതുപോലെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ടു 1 millimeter. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ പോകും. ലൈറ്റ് പോയിട്ട് 1 meter ഡിസ്റ്റൻസ്, സ്ലിറ്റിന് 1 meter ഡിസ്റ്റൻസിൽ അകലത്തിൽ ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ പാറ്റേൺ കിട്ടും, ഇതുപോലൊരു പാറ്റേൺ. ദിസ് ഈസ് നോൺ ആസ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഓർ ഇൻ്റർഫറൻസ് ഫ്രിഞ്ച്. അപ്പോൾ കൺസിക്യൂട്ടീവായിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ. സോ വാട്ട് യു മീൻ ബൈ ബീറ്റ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 consecutive ബ്രൈറ്റ് ബാൻഡ് ഓർ 2 consecutive ഡാർക്ക് ബാൻഡ്. അതായത് അടുത്തടുത്ത 2 ബ്രൈറ്റ് ബാൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അടുത്തടുത്ത 2 ഡാർക്ക് ബാൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ. അപ്പം ഇതിൽ ബീറ്റ എന്ന് പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, കാരണം ബ്രൈറ്റ് ബാൻഡിനും ഡാർക്ക് ബാൻഡിനും സെയിം ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ഇതാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ. ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി മാറുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം അറിയേണ്ടത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്? ഇവിടുന്ന് ലൈറ്റ് S1 നിന്ന് Pയിലേക്ക് ലൈറ്റ് വരുന്നു, S2 നിന്ന് Pയിലേക്ക് ലൈറ്റ് വരുന്നു. അപ്പോൾ ആരാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്? S2 നിന്ന് Pയിലേക്ക്, S2 P ആണ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. അത് എത്ര കൂടുതൽ ദൂരം? ദാറ്റ് ഈസ് നോൺ ആസ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. സോ S2n ദാറ്റ് ഈസ് നോൺ ആസ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. ഓക്കെ, സോ path difference equal to S2P minus S1P. Okay, then what do you mean by the constructive interference? Constructive interference means the path difference is integral multiple of lambda by 2. Okay, path difference equal to n lambda, where n equals 0, 1, 2, 3. This is the condition for constructive interference. Wave in the maximum ക്രസ്റ്റ് കമ്പൈൻ ചെയ്യുന്നുണ്ടാവും. സോ ഇൻറ്റൻസിറ്റി കൂടുതൽ പിന്നെ മാക്സിമം ആണെന്നുണ്ടാവും. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് A⁴, അല്ലേ? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. സോ വാട്ട് യു മീൻ ബൈ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്? The path difference is equal to 2n plus 1 lambda by 2, where n equals 0, 1, 2, 3. ഓക്കെ, എന്നിന് 0 കൊടുക്കുകയാണെങ്കിൽ ലാംഡ ബൈ 2, എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ 3 ലാംഡ ബൈ 2, ഈ രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്, ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻറ്റൻസിറ്റി. കാരണം ഇവിടെ എനർജി ഇവിടെ നഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യുന്നു? ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ വാട്ട് യു മീൻ ബൈ the condition for sustaining interference pattern, or what are the condition for coherent source? എന്താണ് coherent source ന്റെ condition? ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് coherent source S1 and S2. The first one here, the source must be monochromatic. Monochromatic light എന്താണെന്ന് നമുക്കറിയാം. Okay, then second one, the S1 and S2 are very narrow. Okay, വളരെ നേരെയാകും. ചെറിയ മുട്ട് സൂചി കൊണ്ടായിരിക്കും അത് നമ്മൾ അവിടെ ഹോൾ ഇടുക, അത്രയും നേരോ ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ S1 ആൻഡ് S2 അപ്രോക്സിമേറ്റ്ലി 1 millimeter. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ഓർ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ഇസ് ഈക്വൽ ടു 1 millimeter. സോറി, ഈക്വൽ ടു 1 meter. അതായത് ഈ സോഴ്സും സ്ക്രീനും, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം 1 meter വേണം. അതിനേക്കാൾ കുറച്ച് കൂടാം, പക്ഷേ 1 meterനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേൺ കിട്ടില്ല. ഓക്കെ, ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഒബ്റ്റെയിനിങ് ദ സസ്റ്റെയിൻ ഇൻറ്റർഫറൻസ് ബാൻഡ്. ടു ഫൈൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ, ടു ഫൈൻഡ് ദ ബീറ്റ കണ്ടുപിടിക്കാൻ. Fringe width means the distance between 2 consecutive bright band or distance between 2 consecutive dark band. Okay, നമ്മൾ ബീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ S1 S2. ഓക്കെ, ഞാനിത് ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ ഫസ്റ്റ് ഒരു
ട്രയാങ്കിൾ എടുക്കുകയാണ്. That is triangle S1 S2N. S1 S2N. This triangle. ഇവിടെ. So this triangle is theta. ഇത് ഞാൻ എടുക്കുകയാണ്. S1 S2N. So S1 S2Nലെ sin theta എന്താ? Sin theta. എന്താണ് sin theta വരിക? Sin theta equal to S2N. This is S2N divided by S1 S2. S1 S2. S2N divided by the sin theta. S2N divided by S1 S2. എന്താണ് S2N? Path difference delta. So delta divided by S1 S2 എന്താ? That is small d. This is equation number 1. Okay. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു, എന്നിട്ട് സൈൻ തീറ്റ കൊടുത്തു. ദാറ്റ് ഈസ് S2N ഇൻറ്റു S1 S2N ഡിവൈഡ് ബൈ S1 S2. ദാറ്റ് ഈസ് ഡെൽറ്റ ബൈ ഡി സ്മോൾ ഡി. നെക്സ്റ്റ് വൺ, അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ദാറ്റ് ഈസ് COP. ഇതാ ഈ സാധനം COP, ഇങ്ങനെയുള്ള സാധനം COP. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ വരിക? ഇവിടെ വരുന്നത് സൈൻ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു ഇത് വരും, സൈൻ തീറ്റ ഈക്വൽ ടു OP ഡിവൈഡ് ബൈ, ഓക്കെ, ദിസ് ഈസ് OP ഡിവൈഡ് ബൈ CP. അപ്പൊ ഇവിടെ ഇത് വളരെ 1 മീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. ഇതെന്താണ്? ഇത് ഒരു 1 മില്ലിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ CP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു CO. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, CP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു CO, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ D. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ CPക്ക് പകരം CO കൊടുക്കും, എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D കൊടുക്കും. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ്? OP. ദിസ് ഈസ് OP. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഈ ഇൻ്റർഫറൻസ് പാറ്റേൺ എങ്ങനെയുള്ളത്? ഇൻ്റർഫറൻസ് പാറ്റേൺ ഇത് ഇങ്ങനെയാണ്. ഇൻ്റർഫറൻസ് പാറ്റേൺ നമ്മളിവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ബ്രൈറ്റ് ബാൻഡ് ഉണ്ട്. സോ ഇത് O ആണെന്ന് വിചാരിക്കാം. ഇവിടെ എന്താ ഉള്ളത്? ദാറ്റ് ഈസ് ഡാർക്ക് ബാൻഡ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ദാറ്റ് ഈസ് ബ്രൈറ്റ് ബാൻഡ്. ഇവിടെ ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ P എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്രൈറ്റ് ബാൻഡ് ഉള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് X. ഇങ്ങനെ ഇതാണ് X. സെൻറ്ററിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ്, അത് ബ്രൈറ്റ് ആവാം ഡാർക്ക് ആവാം. ഓക്കെ, അവിടേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് X. ഓക്കെ, അപ്പോൾ എന്താ പറയുക? OP എന്ന് പറയുന്നത് X ആണ്, ഡിവൈഡ് ബൈ CP എന്ന് പറയുന്നത് COI, ദാറ്റ് ഈസ് ക്യാപിറ്റൽ D. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നോക്കുക, ഇക്വേഷൻ 1ഉം 2ഉം രണ്ടും എന്താ? സൈൻ തീറ്റയാണ്. അതുകൊണ്ട് LHS ഈക്വൽ ആണ്, അതുകൊണ്ട് RHS എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ഈക്വൽ ടു 2. എന്താ വരിക? ദാറ്റ് ഈസ് ഡെൽറ്റ ബൈ സ്മോൾ d ഈക്വൽ ടു X ബൈ ക്യാപിറ്റൽ D. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഡെൽറ്റ ബൈ സ്മോൾ d ഈക്വൽ ടു X ബൈ ക്യാപിറ്റൽ D. ഓക്കെ, ദെൻ അങ്ങനെയാണ് X എന്തായിരിക്കും? X ഈക്വൽ ടു, ഓക്കെ, ഡെൽറ്റ ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ സ്മോൾ d. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇതാണ് X. ഓക്കെ, അപ്പോൾ X ഈക്വൽ ടു ഡെൽറ്റ ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ സ്മോൾ d. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് ഈ X എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് X എന്ന് പറയുന്ന പോയിന്റ് ഒരു ബ്രൈറ്റ് പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അതായത് X എന്ന് പറയുന്നത് X ആ ഡിസ്റ്റൻസ് ആണ്. ആക്ച്വലി P എന്ന് പറയുന്ന പോയിന്റ്, ലെറ്റ് P എന്ന് പറയുന്നത് എന്താണ്? ബ്രൈറ്റ് ആണ് വിചാരിക്കാം, ബ്രൈറ്റ് പോയിന്റ് ആണ് വിചാരിക്കാം. ഇതാണ് ബ്രൈറ്റ് പോയിന്റ്. ഓക്കെ, P ബ്രൈറ്റ് ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എന്തായിരിക്കും? N ലാംഡ എന്നായിരിക്കും.
അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എക്സിന് എക്സ് എൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ nth ബ്രാൻഡ് എന്നുള്ള അർത്ഥത്തിൽ എക്സ് എൻ ഈക്വൽ ടു ഡെൽറ്റക്ക് വരെ എന്ത് കൊടുക്കുക എൻ ലാംഡ, ഓക്കെ, ഇൻറ്റു ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ, സോ ദിസ് ഇക്വേഷൻ നമ്പർ 5. ഇത് ഇക്വേഷൻ 5 എന്ന് കൊടുക്കാം. അതായത് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എക്സ് എൻ. ഇനി ഇതിൻ്റെ അപ്പുറം എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. അതിനപ്പുറം എന്തായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ പ്ലസ് 1 എന്തായിരിക്കും? n പ്ലസ് 1th ബ്രൈറ്റ് ബാൻഡ് എന്തായിരിക്കും? ദാറ്റ് ഈസ് n പ്ലസ് 1 ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടുക? ദാറ്റ് ഈസ് ബീറ്റ ഈക്വൽ ടു, ഓക്കെ, എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ. ദിസ് ഈസ് ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ. ഓക്കെ, എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, ഇത് രണ്ടും ഞാൻ, അതായത് ഇക്വേഷൻ 6 മൈനസ് ഇക്വേഷൻ 5, ഇക്വേഷൻ 6 മൈനസ് ഇക്വേഷൻ 5 എന്താണ് വരിക? എന്ത് വരും? ദാറ്റ് ഈസ് ബീറ്റ ഈക്വൽ ടു ഓക്കെ n പ്ലസ് 1 ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി മൈനസ് n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. അതായത് n പ്ലസ് 1 ലാംഡ ഡി, അതെങ്ങനെ എഴുതാം? എന്നിന് ഉള്ളിൽ കൊടുക്കുന്ന സമയത്ത് ബീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? n ലാംഡ ക്യാപിറ്റൽ ഡി, n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി പ്ലസ് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി മൈനസ് n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. നോക്കൂ, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്? ബാക്കി ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. ഓക്കെ, so fringe width equal to beta equal to lambda capital D divided by small d, where lambda is the wavelength of the monochromatic light, capital D, it is the distance between slit and screen, and small d, distance between slit S1 and S2. Okay, so ഒന്നുകൂടി ഞാനിത് ബ്രീഫ് ചെയ്യാം. നമ്മളെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഫിഗർ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ട്രയാങ്കിൾ S1 S2N. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിൽ സൈൻ തീറ്റ ഈക്വൽ ടു S2N ഡിവൈഡ് ബൈ S1 S2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ സ്മോൾ ഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? ട്രയാങ്കിൾ COP, അതാണ് അടുത്ത ട്രയാങ്കിൾ. ദാറ്റ് ഈസ് COP, ഈ ട്രയാങ്കിൾ. അവിടെ സൈൻ തീറ്റ എന്താ? സൈൻ തീറ്റ ഈക്വൽ ടു OP ബൈ CP. സൈൻ തീറ്റ ഈക്വൽ ടു OP ബൈ CP. അപ്പൊ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്. CP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ CO. അതായത് ഈ S1 S2 വളരെ ചെറുതാണ്, പക്ഷെ CO എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ട് CP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ CO ഈക്വൽ ടു ക്യാപിറ്റൽ D. ഓക്കെ, അങ്ങനെയാണ് സൈൻ തീറ്റ ഈക്വൽ ടു സ്മോൾ x ബൈ ക്യാപിറ്റൽ D. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇവിടെ നോക്കുക, ഇക്വേഷൻ 1 2 LHS സെയിം, ദാറ്റ് മീൻസ് RHS ഈസ് ഓൾസോ സെയിം. ഓക്കെ, അപ്പോൾ എന്താ വരും? ഡെൽറ്റ ബൈ സ്മോൾ d ഈക്വൽ ടു x ബൈ ക്യാപിറ്റൽ D. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദെൻ x ഈക്വൽ ടു ലാംഡ capital D divided by small d, that is equation number 4. Then ഈ P എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ബ്രൈറ്റ് ആവാം അല്ലെങ്കിൽ ഡാർക്ക് ആവാം.
ഞാനിവിടെ ബ്രൈറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഡാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ലെറ്റ് പി ബി എ ബ്രൈറ്റ് പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് എൻ ലാംഡ. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു എന്ത് വരും? എൻ അല്ലേ? എക്സ് എൻ മീൻസ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ nth ബ്രൈറ്റ് ബാൻഡ്, അതായത് സെന്ററിന്ന് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് എക്സ് എൻ ഈക്വൽ എൻ ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. Then n plus 1th bright band, that is xn plus 1, that is equal to n plus 1 lambda capital D divided by small d. That is equation number 6. Okay, then what do you mean by fringe width? It is the distance between two consecutive bright band or distance between two consecutive dark band. That is beta equal xn plus 1 minus xn. That substitute here. That is beta equal to n plus 1 lambda capital D divided by small d minus n lambda capital D divided by small d. That is equation number 7. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ബീറ്റ ഈക്വൽ എൻ ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി പ്ലസ് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി മൈനസ് എൻ ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. ദെൻ ക്യാൻസൽ ചെയ്തു, ഇത് രണ്ട് ക്യാൻസൽ ചെയ്തു പോയി. ദെൻ ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. This is the expression for fringe width. Okay, then ഞാൻ ഇവിടെ ബ്രൈറ്റ് ബാൻഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഡാർക്ക് ബാൻഡ് എടുക്കുകയാണെങ്കിലും ഇതേ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡെൽറ്റ ഈക്വൽ ടു എൻ പ്ലസ് 1 ലാംഡ ബൈ 2 എന്ന് വരും അല്ലേ? അപ്പം പിന്നെ അടുത്ത കണ്ടീഷൻ എന്ത് വരും? 2n plus 1 ഒന്നുകൂടി വരും. ഓക്കെ, അപ്പോൾ എക്സാമിന് നിങ്ങൾ ഈ ബ്രൈറ്റ് ബാൻഡ് കണ്ടീഷൻ എടുത്തിട്ട് സിമിലർലി in the case of dark band we obtain beta equal to lambda capital D divided by small d. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ബാൻഡ് ആണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ലാംഡ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ഡി അതും കോൺസ്റ്റന്റ് ആണ്, സ്മോൾ ഡി അതും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് യൂണിഫോം ആയിട്ടുള്ള ഫ്രിഞ്ചസ് ആണ് ഉണ്ടാകുക. ഓക്കെ, സോ ദിസ് ഈസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്.